നേരത്തെ ഗുരുവായൂരിലെ പ്രിയങ്ക ഫാൻസിന്റെ വീഡിയോ നമ്മൾ ഇട്ടപ്പം അതിൽ വന്ന കമന്റ്സ് ആണ് ഇതാ ഈ കാണുന്നതെല്ലാം. ആദ്യമേ ഞാൻ വിചാരിച്ചു ഇനി ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആണോ ഈ വരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്തേക്കാന്ന്. ഇതിൽ 3-4 പേരെ കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഭയങ്കര റേറ്റ് കൂടുതലാണ്, ഇതിന് മുമ്പുള്ള കടകളിലൊക്കെ കുറച്ച് റേറ്റ് കുറവാണ്. സംഭവം ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ആഗ്രഹത്തിന് പുറത്ത് ഞാൻ ഇവിടെ പോയതാണെങ്കിലും ഇവിടെ കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ മാമന്റെ മോക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു. അതായത് അവൾ ഒരു 6 വയസ്സുള്ള കുട്ടിയാണ്, അപ്പൊ അവൾക്ക് പറ്റുന്ന ക്ലിപ്സും കാര്യങ്ങളും ആയിരുന്നു ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഐറ്റംസ് ഒക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ അവിടെ വിൽക്കുന്നതാണൊക്കെ എനിക്ക് തോന്നി. കാരണം ആ ഒരു ക്ലിപ്സിനൊക്കെ നമ്മുടെ ഇവിടെ 50 രൂപയാണ്, പ്രിയങ്ക ഫാൻസിൽ അതിന് വെറും 20 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ഇതല്ലാതെ 2-3 കടയിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. എന്തായാലും ഞാൻ എന്റെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഇവിടെ പോയത്. അതിന്റെ കമന്റ്സിൽ ആരും ഇങ്ങനെയൊന്നും പറയുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും ആഗ്രഹിച്ച് ആ ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും കുറെ പേര് ഇതിൽ കമന്റ് ഇടുന്നുണ്ടായിരുന്നു ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടെന്ന്. അത് സത്യമാണ് കേട്ടോ, കുറേ അധികം കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നാൽ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി പോകും. പിന്നെ മെയിൻ ആയിട്ട് എന്റെ കയ്യിലുള്ള എമൗണ്ടിന് കറക്റ്റ് ആയിട്ട് ഞാൻ കണക്കൂട്ടിയാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബില്ലടിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുള്ളവരെക്കാട്ടിലും അവിടെ ഉള്ളവർക്ക് തന്നെ ആയിരിക്കുമല്ലോ ഇതൊക്കെ ഒന്നുകൂടെ അറിയാവുന്നത്. അപ്പൊ എന്നെ പോലെ നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയെന്ന് നോക്കട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം.